എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണകാരണം ഷോക്ക് അടിച്ചതാണെന്ന് തെളിയുകയും ചെയ്യും. അത് ഉറപ്പല്ലേ? ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. ആ ജാനകി അമ്മയോട് നമ്മൾ എന്തുത്തരം പറയും? അത് തന്നെ അമ്മേ ഞാൻ പറഞ്ഞു വരുന്നേ. ഈ പൈപ്പിൽ പിടിച്ച ഷോക്ക് അടിച്ച് ദാ ഇവിടേക്കായിരിക്കും ഗംഗ വന്ന് വീഴ. ഇവിടുന്ന് ഫ്രിഡ്ജിനടുത്തേക്കും അതേ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് അവള് ഫ്രിഡ്ജിന്റെ സ്വിച്ചിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചതാണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റും. മതി, അത് മതി. ഉത്തരം കിട്ടിയല്ലോ? കിട്ടി. അങ്ങനെ നമ്മുടെ ശത്രു എന്നേക്കുമായി ഭൂമി വിട്ട് യാത്രയാകാൻ പോകുന്നു. പോയി തോലേട്ടെ ശവം. എന്റെ മോളുടെ ജീവിതം അവള് തട്ടിയെടുത്തത്. അവളിങ്ങനെ വേദന അനുഭവിച്ച് പിടഞ്ഞു മരിക്കുന്നത് എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കാണണം. കാണൂ അമ്മേ, അവള് പിടഞ്ഞു തീരുന്നത് നമ്മൾ ഒരുമിച്ച് കാണും. മോളെ, ഇതുവരെ എല്ലാം ശരിയാ, എല്ലാ പ്ലാനിങ്ങും കൃത്യം. പക്ഷെ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് ഈ കെണി സെറ്റാക്കി എടുത്തിട്ട് അവസാന നിമിഷം ആ ഗൗരി വന്ന് ഇതെല്ലാം കൊളവാക്കി ഗംഗയെ രക്ഷിക്കുവോ? ഇല്ല, ഇന്ന് ഗൗരിക്ക് ഗംഗയെ രക്ഷിക്കാനാവില്ല. അതെന്താ? ഇന്ന് ഗൗരിക്ക് ഗംഗയെന്നല്ല ആരെയും രക്ഷിക്കാനാവില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ലമ്മേ. ഗൗരിയുടെ മരണം സംഭവിച്ച നക്ഷത്ര നാളിൽ അവൾക്ക് ശക്തി ഉണ്ടാകില്ല. അന്ന് ഗംഗ എന്ത് ചെയ്താലും ഗൗരിക്ക് രക്ഷിക്കാനാവില്ല. ആ ദിവസം എങ്ങനെ അറിയാം? ഗൗരി മരിച്ച ദിവസം അറിയാമല്ലോ. അറിയാം. ആ തീയതി വെച്ച് നക്ഷത്ര നാൾ കണ്ടുപിടിക്കാം. അത് വരുന്ന ദിവസം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. ഇന്നാണ് ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞ ആ ദിവസം. അതുകൊണ്ടാ ഞാൻ ഇന്ന് തന്നെ ഇതിനെ തിരഞ്ഞെടുത്ത. അപ്പോ എത്രയും പെട്ടെന്ന് കാര്യം കഴിയണം അല്ലേ? അതെ. ഞാൻ പോയി ഗംഗ എവിടെയാ നോക്കട്ടെ. എന്നിട്ട് ഞാൻ അവളെ വേഗം അടുക്കളയിലേക്ക് പറഞ്ഞുവിടാം. ശരി, വേഗം പറഞ്ഞേക്ക്. അവൾ അവസാനിക്കുന്ന കാണാൻ കൊതിയായിട്ട് വയ്യ. എവിടെ പോയി? ആ, ഇനി അടുക്കളയെ നോക്കാം. ഗംഗേ, പാവം ഗംഗ ഓരോ ജോലി തീർക്കാൻ ഓടി നടക്കുകയായിരിക്കും. ഗംഗയെ ഒന്ന് സഹായിച്ചാലോ? എന്ത് ചെയ്ത് സഹായിക്കും? പാത്രം കഴുകാനുണ്ടല്ലോ, പാത്രം കഴുകി സഹായിക്കാം. മാളു, മോളെ, മോളങ്ങോട്ട് പോവല്ലേ? മോളെ പോവല്ലേ? മോളെ
സോപ്പ് എവിടെ? മാളു ഗംഗേ അയ്യോ മാളു അത് തൊടല്ലേ ഗംഗേ ഗംഗേ ഓടി വാ മാളുവിനെ രക്ഷിക്കേ ഗംഗേ ഗംഗേ മാളു എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഗംഗയെ സഹായിക്കാൻ വന്നതാ. ഇതൊന്നും മോള് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം കേട്ടോ. മാള് പോയി കളിച്ചു. ഇവിടെ ഒത്തിരി ജോലി ഗംഗ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ, അപ്പൊ ഞാൻ സഹായിക്കണ്ടേ? എന്റെ മാളു കൊറേ വലുതായിട്ട് എന്നെ സഹായിച്ചാ മതി കേട്ടോ. ശരി, എന്നാ ഞാൻ കളിക്കാൻ പോട്ടെ. ആ ഇവളെപ്പോഴും ഇതിനകത്ത് കയറിപ്പോയത്? അറിയില്ല. രണ്ടും കൂടി ഒരുമിച്ച് ഷോക്കടിച്ച് തീർന്നാ മതിയായിരുന്നു. ശല്യല്ലേ ഒരുമിച്ച് തീർന്നേനെ. വിവരക്കേട് പറയാതമ്മേ. എന്റെ മഹേട്ടന്റെ വിവാഹം കഴിയും മുമ്പ് മാളുവിന് എന്തെങ്കിലും പറ്റിയ നമ്മുടെ പ്ലാനിങ് എല്ലാം വെറുതെ ആവും. ഓ അത് ശരിയാ, ഞാനത് ഓർത്തില്ല. ഈ കുട്ടിപ്പിശാച് അകത്ത് എന്തെങ്കിലും ഒപ്പിച്ച് നമ്മുടെ കെണിയൊക്കെ നശിപ്പിച്ചു കാണുമോ? നശിപ്പിക്കാൻ അതിൽ തൊട്ടിരുന്നെങ്കിൽ ഇപ്പൊ അവള് ജീവനോടെ ഇറങ്ങി പോവായിരുന്നു. ഓ നിന്ന് മണ്ടത്തരം വിളമ്പാതെ ഗംഗ അകത്ത് എന്താ പരിപാടി എന്ന് നോക്കാം. അവളെ ഷോക്കടിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണണ്ടേ അമ്മേ? നീ വാ, നോക്കാം. വാ. മോളെ നശിപ്പിച്ചു. ഒന്നും തർക്കിക്കുന്നു. മോളെ
അവളുടെ തലയിൽ ഇലക്ട്രിക് വയർ ചുറ്റി വെച്ച് സ്വിച്ച് ഇട്ട് കൊല്ലണം. എന്നാലും ചാവൂല. മോശം. ഹലോ മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖാണോ? എനിക്ക് സുഖാണ് മുത്തശ്ശി. ഞാൻ ദേ അടുക്കളയിലാ, കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. ഏയ് അല്ല മുത്തശ്ശി, എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത്. അതെ മുത്തശ്ശി. ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശി തിരിച്ചു വിളിക്കാം. ശരി മുത്തശ്ശി. വാ വാ വാ. അടിച്ചു പോളെ, ഷോക്ക് അടിച്ചു. നീ ഗംഗയെ തൊട്ട് നിനക്ക് ഷോക്ക് അടിക്കും. നീ മരിച്ചു പോകും. അവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. നിന്നോടല്ലേ പറഞ്ഞ കേക്ക് മാളു. മാളു ഇവിടെ അടങ്ങിയില്ലേ? മാളു അടങ്ങി നിൽക്കാൻ. മാളു മിണ്ടാതിരിക്കും മാളു. ആര് വന്നാലും ഗംഗയെ രക്ഷിക്കാൻ പറ്റില്ല. അവള് തീർന്നു തോന്നുന്നു. അവള് തീർന്നടി. സമാധാനമായി. അങ്ങനെ നമ്മുടെ പ്ലാൻ വിജയിച്ചമ്മേ. വാ, നമുക്ക് ഇവിടുന്ന് മാറാം. അല്ലെങ്കിലേ ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ പറയേണ്ടി വരും. വാ. അല്ല, എന്തായി? ഗംഗ തീർന്നു. അവളെ കൊണ്ടുള്ള ശല്യം എല്ലാം അവസാനിച്ചു. അതെ, ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും രാഹുലിനുള്ളതാ. എനിക്ക്? അതെ, ഇങ്ങനൊരു ഇലക്ട്രീഷ്യനെ കണ്ടുപിടിക്കാനും
ഇങ്ങനൊരു കെണി സെറ്റ് ചെയ്യാനും ആരും സംശയിക്കാത്ത രീതിയിൽ ഒരു കൊലപാതകം നടത്താനും എല്ലാം രാഹുലിനെ കൊണ്ടേ കഴിയൂ. അതെ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. കൺഗ്രാറ്റുലേഷൻസ് രാഹുൽ. അത് മാത്രമല്ല, ഒത്തിരി താങ്ക്സ്. നിങ്ങളെന്താ എല്ലാം എന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള പരിപാടിയാണോ? അതൊന്നും നടക്കില്ല. എല്ലാത്തിനും എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഇതിന്റെ മുഴുവൻ പ്ലാനിങ്ങും എക്സിക്യൂഷനും ശ്രേയാണ്. ഞാനൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചു തന്നു, അത്രേ ഉള്ളൂ. നോക്കണ്ട, എനിക്കിതിൽ വേറെ യാതൊരു പങ്കുമില്ല. ശരി ശരി, നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ തർക്കിക്കാൻ പോകുന്നേ? എന്തായാലും ഗംഗ മരിച്ചു. അതവളെ ആരും കൊന്നതൊന്നുമല്ല. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഏതോ ഷോർട്ട് സർക്യൂട്ടിൽ കറണ്ട് അടിച്ചു. അവിടെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് അഭിനയം തുടങ്ങാം. അല്ലെങ്കിൽ നമ്മളെല്ലാരും സംശയിച്ചേക്കും. അവള് മരിച്ചെന്ന് ഉറപ്പായോ? ഇത്രയും നേരം ഷോക്ക് അടിച്ച ആന പോലും ചത്തുപോകും. പിന്നെ അല്ലേ ഈ നരുന്ന് പെണ്ണ്. അവള് തീർന്നു, അതുറപ്പാ. വേഗം വാ അച്ഛാ. മഹി എപ്പോഴാ വന്നേ? ആ, അറിയില്ല. ഇനിയിപ്പൊ ആര് വന്നിട്ട് ഒരു കാര്യവുമില്ല. വാ, എന്താവും നോക്കാം. നടക്ക്. ഗംഗേ, 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 ഗംഗയെ രക്ഷിക്കച്ചാ. ഗംഗേ, 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 ഗംഗെ, ഗംഗേ, ഗംഗെ, ഗംഗേ, ഗംഗെ, ഗംഗേ, കണ്ണു നോക്ക്. ഗംഗേ, ഗംഗെ, എഴുന്നേക്ക് ഗംഗെ. എന്താ പറ്റിയ? എഴുന്നേക്ക്. ഗംഗേ, എഴുന്നേക്ക്. ഗംഗേ, ഗംഗെ, ഗംഗെ, എഴുന്നേക്ക് ഗംഗെ. ഗംഗേ, ഗംഗെ. ഗംഗെ, എഴുന്നേക്ക് ഗംഗെ. ഗംഗെ, എഴുന്നേക്ക് ഗംഗെ. ഗംഗെ. ഗംഗേ, ശ്രീ മഹേശ്വര, ഗംഗേ, ഗംഗയെ രക്ഷിക്കണേ. ഗംഗെ, എഴുന്നേക്ക് ഗംഗെ. ഗംഗെ, എഴുന്നേക്ക്. ഗംഗെ, ഗംഗെ, ഗംഗേ, എഴുന്നേക്ക്. ഗംഗേ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഗംഗെ, ഗംഗെ, എഴുന്നേക്ക്. അവിടെ തീർന്നു. എന്റെ ശ്രീ മഹേശ്വര, എന്റെ ഗംഗയെ രക്ഷിക്കണേ. ഗംഗയ്ക്ക് ഒന്നും പറ്റരുത്. എന്റെ അമ്മ മരിച്ചു പോയതല്ലേ. ഇനി എനിക്ക് ഗംഗയിലെ അമ്മയായുള്ളൂ. എനിക്ക് ഗംഗയെ വേണം. ഗംഗയെ രക്ഷിക്കണേ ശ്രീ മഹേശ്വര. ഗംഗേ,
ഗംഗേ ഗംഗേ മോളെ ഗംഗേ ഇവിടെ ചത്തില്ലേ